നമസ്കാരം. പ്രായപൂർത്തിയാവാത്ത കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ മദ്രസ അധ്യാപകന് 10 വർഷം കഠിന തടവും 60,000 രൂപ പിഴയും വിധിച്ചു. പള്ളിക്കൽ കടവത്ത് ചെറിയ വീട്ടിൽ മൊയ്തു 34 സുൽത്താൻ ബത്തേരി ഫാസ്റ്റ് ട്രാക്ക് കോടതി ജഡ്ജി കെ കൃഷ്ണകുമാർ ശിക്ഷിച്ചത്. 2024 ഫെബ്രുവരിയിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. പ്രായപൂർത്തിയാവാത്ത കുട്ടിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ മാനന്തവാടി പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയായിരുന്നു. കേസിൽ പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഓമന വർഗീസ് ഹാജരായി. തെളിവുകളും സാക്ഷിമൊഴികളും പരിഗണിച്ചാണ് കോടതി പ്രതിയെ കുറ്റക്കാരനെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത്. റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ വർഷത്തിൽ മാത്രം 25ലധികം കുട്ടികളുടെ പീഡന കേസിൽ, അതായത് പോക്സോ കേസിലാണ് കേരളത്തിലെ മദ്രസ അധ്യാപകർ പ്രതികളായിട്ടുള്ളത്. എന്നിട്ടും ഇപ്പോഴും ഇത്തരത്തിലുള്ളതായിട്ടുള്ള പീഡകന്മാർക്ക്, ഇത്തരത്തിലുള്ളതായിട്ടുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള മനോരോഗമുണ്ടോ, മാനസിക രോഗങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുവാനായിട്ട് കേരളത്തിലെ സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളിടത്താണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇരിക്കുന്നത്. അതായത് ഇത്തരം ആൾക്കാർ നിരന്തരം കുട്ടികളെ പീഡിപ്പിക്കുന്നു എന്നാണ് ഈ കണക്കുകളിൽ നിന്ന് ബോധ്യമാകുന്നത്. കുട്ടികൾക്കെതിരായിട്ടുള്ള പീഡനം എങ്ങനെയാണ് വിശ്വസിച്ച ഇത്തരം ഇടങ്ങളിലേക്ക് കുട്ടികളെ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അയക്കുക? തൃശ്ശൂരിലെ ഫാസ്റ്റ് ട്രാക്ക് കോടതി 2019 53 വർഷത്തെ കഠിന തടവിന് ഒരു മദ്രസ അധ്യാപകനെ വിധിക്കുന്നത്. വളരെ ഒരു ചെറിയ ആൺകുട്ടിയെ പീഡിപ്പിച്ചതിനാണ്. ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ് ഇത്തരത്തിലുള്ള മദ്രസ അധ്യാപകർ നടത്തി വരുന്നതിൽ. അതിൽ ചില ആൾക്കാർ പല കേസുകളിലും പ്രതികളാണ്, റിപ്പീറ്റഡ് ആയിട്ട് ഇത്തരം ഒഫൻസുകൾ ചെയ്തു വരുന്ന ആൾക്കാരാണ്. അത്തരത്തിലുള്ള ആൾക്കാരെ പോലും വീണ്ടും ഇതിനുള്ള ഒരു അവസരങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ള വാർത്തകളുമുണ്ട്, അത്തരത്തിലുള്ള റിപ്പോർട്ടുകളുമുണ്ട്. പല ജില്ലകളിൽ പോക്സോ കേസുകളിൽ മദ്രസ അധ്യാപകർ ഇത്തരത്തിൽ പ്രതികളാകുന്നുണ്ട്. ഇത്തരത്തിൽ വീണ്ടും അത്തരത്തിലുള്ള അധ്യാപകർ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. മദ്രസ ക്ലറിക്ക്, കോഴിക്കോടിൽ മദ്രസ ക്ലറിക്ക് ഇത്തരത്തിൽ ഈ അടുത്ത ഇടയായിട്ട് പിടിയിലായി. അതേപോലെ തന്നെ മദ്രസയിൽ വീണ്ടും, അതേപോലെ കണ്ണൂരിൽ മറ്റൊരു മദ്രസ അധ്യാപകൻ. ഇങ്ങനെ കേരളത്തിൽ ഉടനീളം റിപ്പോർട്ടുകൾ അനുസരിച്ച് പല തരത്തിൽ പല കേസുകളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടാകുമ്പോൾ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ മദ്രസയുമായി ബന്ധപ്പെട്ടുണ്ടാകുമ്പോൾ ഇതിന് സമഗ്രമായ ഒരു അന്വേഷണം ഉണ്ടാകണം, കൃത്യമായിട്ടുള്ളൊരു ശിക്ഷാവിധി ഉണ്ടാകണം. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാനസിക രോഗമോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതിന് കൃത്യമായ രീതിയിലൊരു പോംവഴി കണ്ടെത്തുകയും അവർക്ക് മതിയായിട്ടുള്ള ഒരു ചികിത്സ കൊടുക്കുകയും വേണം. അല്ലാതെ മതപ്രീണനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്ന ഒരു സമീപനം ശരിയല്ല. കാരണം വളർന്നു വരുന്ന കുട്ടികളാണ്, അവർക്ക് ഭാവിയിൽ പല സ്ഥലത്ത് എത്തിപ്പെടേണ്ടതാണ്. എന്നാൽ ഇത്തരത്തിലുള്ള മാനസിക സംഘർഷം ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള പീഡനങ്ങൾക്ക് ഇരയാകുന്ന കുട്ടികളുടെ മാനസിക സംഘർഷം അവർക്ക് എങ്ങനെയാണ് ഇനി അടുത്ത ക്ലാസ്സുകളിലേക്ക് അവർക്ക് എങ്ങനെയാണ് മാനസികമായിട്ടുള്ളൊരു സംതൃപ്തിയോടുകൂടി പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റും? അവരുടെ ഭാവി എന്താകും? ഇത് സംസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. കുട്ടികളെന്നാൽ സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തത്തിൽപ്പെടുന്ന ആൾക്കാരാണ്. ഈ കുട്ടികൾക്ക് നീതി കൊടുക്കാൻ പോലും നമ്മുടെ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ആഭ്യന്തര വകുപ്പ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്? അത് ഇത്തരത്തിൽ വലിയ രീതിയിൽ, ഇപ്പോൾ ചെറിയ കുറ്റകൃത്യങ്ങളല്ല, 25ഓളം കേസുകൾ എന്ന് പറയുമ്പോൾ നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല. കേരളത്തിലെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്നുണ്ട് സർക്കാർ. ജമാഅത്തെ ഇസ്ലാമിയോ SDP പോലുള്ള ഭീകരവാദ സംഘടനകളെ പോലും ഒപ്പം കൂട്ടി ഭരിക്കുന്നുണ്ട് സർക്കാർ. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയും കുട്ടികളുടെ പീഡന കേസിലെങ്കിലും മതിയായ അളവിൽ കൃത്യമായ രീതിയിൽ അതിനൊരു പോംവഴി കണ്ടെത്തുവാനായിട്ട് സർക്കാർ ശ്രമം നടത്തുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും ഖേദകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.